വരുന്നുണ്ട്. ഈ ഒരു സൈഡിൽ തന്നെ ഫ്യൂസ് ബോക്സ് വരുന്നുണ്ട്, മെയിൻ ഫ്യൂസ് ബോക്സ് ഉണ്ട്. അതുപോലെ ഡാഷ്ബോർഡിൻ്റെ അടിയിലും വേറെ ഫ്യൂസ് ബോക്സ് വരുന്നുണ്ട്. ഇതുപോലെ റേഡിയേറ്ററിൻ്റെ റിസർവ് ടാങ്ക് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇതിന് ലെവലൊക്കെ കാണിക്കുന്നില്ല. അതൊക്കെ എല്ലാ വണ്ടിക്കും ഉള്ള പോലെ തന്നെ മിനിമം മാക്സിമം ലെവലുണ്ട്. ഫ്യൂസ് ബോക്സ്, പിന്നെ കാനിസ്റ്റർ, ഈ ഒരു കാനിസ്റ്റർ എന്ന് പറഞ്ഞ സാധനമാണ് പെട്രോൾ ടാങ്കിൽ നിന്ന് വേപ്പറാവുന്ന പെട്രോൾ പോയി നിൽക്കാനുള്ള ഒരു ഏരിയ. ടാങ്കിൽ നിന്ന് വേപ്പറാവുന്ന പെട്രോൾ ഈ വഴി വന്ന് ഇതിൽ ഈ സ്റ്റോർ ചെയ്യും, ലൈന് വഴി വന്നിട്ട് ഈ കാനിസ്റ്ററിൽ സ്റ്റോർ ചെയ്യും. ശേഷം ഈ വാൾവ് വഴി ഇവിടെ ഒരു ഇലക്ട്രോണിക് വാൾവുണ്ട്, ഇലക്ട്രോണിക് വാൾവ് വഴി ഇൻലെറ്റ് മാനിഫോൾഡിലേക്ക് കൊടുക്കുകയാണ്. കണ്ടോ, ഈ ഒരു വാൾവിൽ നിന്ന് ഈ ഒരു ലൈന് വഴി ഇൻലെറ്റ് മാനിഫോൾഡിലേക്ക്, അഥവാ ത്രോട്ടിൽ ബോഡിയുടെ അകത്തൂടെ ത്രോട്ടിൽ ബോഡിയുടെ ആ എൻഡിലേക്ക് കൊടുക്കും. അങ്ങനെ അത് കത്തിച്ച് കളയുന്നു. അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഈ ഭാഗത്ത് പറയാൻ എഞ്ചിൻ്റെ മൗണ്ടിങ് വരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താഴത്തെ കാണിച്ചപ്പോൾ പറഞ്ഞതുപോലെ എഞ്ചിൻ്റെ മൗണ്ടിങ് റൈറ്റ് സൈഡിൽ, എഞ്ചിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു മൗണ്ടിങ് വരുന്നുണ്ട്. താഴത്തെ മൗണ്ടിങ്ങൊക്കെ ഞാൻ താഴ്ന്ന് കാണിച്ചു. ഗിയർ ബോക്സിൻ്റെ അടിയിൽ വേറൊരു മൗണ്ടിങ് വരുന്നുണ്ട്. അതുപോലെ ഫ്രെയിമിലും വേറൊരു മൗണ്ടിങ് വരുന്നുണ്ട്.